ഹായ് ഗൈസ്. ഹലോ എല്ലാവർക്കും. ഹലോ. പെട്ടെന്ന് ട്രിഗേർഡ് ആയിട്ടുള്ള ഒരു ഈഗിളിനെയല്ലേ നിങ്ങളെല്ലാം പ്രതീക്ഷിച്ചേ? ട്രിഗറൊന്നും അല്ല ഗൈസ്. കുറച്ച് പറയാനുള്ള ചെറിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പോവാണ്. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് തന്നൊരു പ്രോമിസ് ഞാൻ ഇന്നും കീപ്പ് ചെയ്യും. എന്നെ ഒരിക്കലും ടി വിയിൽ എൻ്റെ കൂടെ കളിച്ചവന്മാരിലെ എൻ്റെ അടുത്ത് ഇത് ചെയ്തവന്മാരുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. പറയാം, ടി വിയിലെ പ്ലേയേഴ്സിനെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ പറ്റിയിരുന്ന് ഗ്രൂപ്പായിട്ടിരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ലൈവ് സ്ട്രീം എൻ്റെ സൈഡിൽ നിന്ന് ജീവിതത്തിൽ ഉണ്ടാവത്തില്ല എന്ന വാക്ക് ഞാൻ ഇവിടെ തരുന്നു. ആൻഡ് ഇത് ഞാൻ ഒറ്റയ്ക്കാണ്, ഇവിടെ ഗ്രൂപ്പായിട്ടോ ഒന്നും. ഞാൻ ഒരിക്കലും ടി വിയിൽ എൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന പ്ലേയേഴ്സിനെ ഇവിടെ ഇരുന്ന് ഒരു രീതിയിലും മോശമായിട്ട് പറയാൻ പോകുന്നില്ല. ഞാനത് പറയത്തുമില്ല. ആ വാക്ക് നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഞാൻ തന്നൊരു വാക്കാണ്. അത് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ഇത് അങ്ങോട്ടും ഒരു രീതിയിലും ഞാൻ അങ്ങനെ ഒന്നും പറയാൻ പോകുന്നില്ല. എനിക്ക് ജസ്റ്റ് ഒരു ചെറിയ കാര്യം, ഞാൻ അവരുടെ ലൈവ് കണ്ടു, അവരിട്ട കാര്യങ്ങളുടെ എല്ലാം ലൈവ് കണ്ടതിൻ്റെ റിപ്ലൈ ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഗൈസ് സൂപ്പർ ചാറ്റ് ചെയ്യില്ല ആരോ, ദയവ് ചെയ്ത് മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തോട്ടെ. ഒരു മിനിറ്റ് ഗൈസ്, മോണിറ്റൈസേഷൻ ഓഫ്. എനിക്ക് വേണ്ടേ, സൂപ്പർ ചാറ്റ് ഒന്നും വേണ്ടേ. വീടിൻ്റെ മുറ്റത്ത് ഇപ്പം തന്നെ ഏകദേശം 3-4 വണ്ടി കിടപ്പുണ്ട്. സൂപ്പർ ചാറ്റ് അല്ല, എനിക്ക് പുതിയ ഫോർച്യൂണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യമില്ല, അതിനുള്ള പൈസ എനിക്ക് വേണ്ട. അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് ഒരു സ്പോർട്സ് കാർ ആയിട്ടൊരു BMW ഉണ്ട്. അല്ലാതെ പോകാൻ പപ്പാടെ സ്വിഫ്റ്റ് കിടപ്പുണ്ട്. പിന്നെ ഒരു സെൽട്ടോസ് അത്യാവശ്യം നല്ല രീതിയിൽ മോഡിഫൈ ചെയ്തൊരു വണ്ടി അവിടെ കിടപ്പുണ്ട്. സോ ആവശ്യത്തിനുള്ള വണ്ടികളൊക്കെ ഉണ്ട്. സോ ഫോർച്യൂണർ എനിക്ക് വേണ്ട, അതുകൊണ്ട് അത് ആദ്യമേ തന്നെ പറയാണ്. സോ പ്ലീസ് ഡോണ്ട് സൂപ്പർ ചാറ്റ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റിൽ പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. അല്ലാതെ അതിൽ കൂടുതൽ വേറെ ഇതിൻ്റെ അപ്പുറത്തോട്ട് അതല്ല. പിന്നെ ഡ്യൂക്ക് ഉണ്ട് കേട്ടോ, ഒരു ഡ്യൂക്ക് ഉണ്ട്. പണ്ട് നമ്മുടെ ഹർലിൻ മറക്കല്ലേ, ഡ്യൂക്ക് ഉണ്ട്. അപ്പോൾ ഫോർച്യൂണർ ഒന്നും എനിക്ക് വേണ്ട. അപ്പോൾ എനിക്ക് പറയാനുള്ള ചെറിയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നിങ്ങൾ അവരുടെ സൈഡെല്ലാം കേട്ടു, അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കേട്ടു. പക്ഷേ ഞാൻ ഒന്നും അതിനകത്ത് നിങ്ങൾക്ക് തെളിവെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ടി വിയിലുള്ള ഒരാളുടെ പോലും പേഴ്സണൽ ചാറ്റോ ഞാൻ പബ്ലിക്കലി ഇത്രയും പേരുടെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇറങ്ങിയതിൽ ആർക്കെങ്കിലും പേഴ്സണലായിട്ട് എന്തെങ്കിലും ഞാനൊരു ഉപദ്രവമോ അവരുടെ കരിയറിനെ ബാധിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ അവരുടെ അടുത്ത് മോശമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിവീൽ ഇത്രയും പറഞ്ഞപ്പം അവരുടെ അടുത്ത് ഞാൻ അങ്ങനത്തോളം ചെയ്തിടത്തോളം കാലം അവർക്ക് അങ്ങനെ ഒരു ഇത് റിയാക്ട് ചെയ്യാൻ അവർക്ക് അത് പറയാനില്ല. അതുകൊണ്ട് അവരൊന്നും പറഞ്ഞിട്ടുമില്ല. അവരുടെ എല്ലാം നിങ്ങൾ കേട്ടല്ലോ, അവരുടെ POV എല്ലാം നിങ്ങൾ കേട്ടല്ലോ. സോ എൻ്റെ POV ഞാൻ ഇനി അതിൻ്റെ അപ്പുറത്തോട്ട് ഈ പറയണത് പോലെ ആരുടെയും ഇതിനകത്തുനിന്നും ഒരാളുടെയും മറ്റേ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ലൈവിൽ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ എൻ്റെ കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. നിങ്ങൾക്ക് എല്ലാവരുടെ പറഞ്ഞ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ, അവിടുത്തെ ഇറങ്ങിയ എല്ലാവരും പറഞ്ഞ ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ടി വിക്കകത്ത് സരക്ക് കളിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ വന്നിട്ട മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഇതാണ്. അതായത് എനിക്ക് ഈ ഗ്യാങ് മുമ്പോട്ട് കൊണ്ടുപോകണം. ഞാൻ എല്ലാവരും ചോദിച്ചതുപോലെ ഒരു ചോദ്യം എനിക്ക് നിങ്ങളോടും ചോദിക്കാറുണ്ട്. ഇത് മുമ്പോട്ട് കൊണ്ടുപോകണമായിരുന്നോ ടി വിയെ? നിങ്ങൾക്ക് അതായിരുന്നു വേണ്ടുന്നത്? ഗൈസ്, ഈ #സോൾവ് നിർത്ത്. ഞാൻ ഒന്നും പറയൂല, ഞാൻ മോശമായിട്ടൊന്നും പറയൂല. നിങ്ങൾ ഞാൻ അങ്ങനത്തെ ആളല്ല. ഞാൻ അങ്ങനെ ഒന്നും പറയൂല. ഞാൻ അങ്ങനെ വന്ന് പറയൂല. ചില്ലാവ്, നിങ്ങളെല്ലാവരും ആദ്യം ചില്ലാവ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം ടി വിയെ നിർത്തണം എന്നായിരുന്നു, അതോ മുന്നോട്ട് കൊണ്ടുപോകണമെന്നായിരുന്നു? അപ്പം ഞാനിത് ആക്ച്വലി ഞാനടക്കം ഇന്ന് ഇറങ്ങിയ എല്ലാവരും എഫേർട്ട് ഇട്ട് ഇവിടെ വരെ എത്തിച്ച ഒരു ഗ്യാങ് ആണ് ടി വി എന്ന് പറയുന്നത്. സോ എനിക്ക് അങ്ങനെ ഒരു മൊമെന്റിൽ അത് നിർത്തണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ലൈവിൽ പറയുന്ന കാര്യം, എനിക്ക് നിർത്തുമ്പോൾ നല്ല രീതിയിൽ നിർത്തണം എന്നെൻ്റെ മനസ്സിൽ ഒബ്വിയസ്ലി ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആ ഗ്യാങ് മുന്നോട്ട് കൊണ്ടുപോകണം. റിബലിനോട് ചോദിച്ചപ്പോൾ റിബൽ ഇപ്പം ലാസ്റ്റ് ലൈവിലും നിങ്ങളോട് പറഞ്ഞ കാര്യം അതാണ്. അവൻ്റെ സെൽഫ് റെസ്പെക്റ്റും അവൻ്റെ ഇതും മറന്ന് നാളെ ലൈവ് വരുമ്പോൾ ഈഗിളിൻ്റെ മുമ്പിൽ ചിരിച്ച് കാണിക്കാൻ പറ്റത്തില്ല എന്ന് അവൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെയാണ്. ഞാൻ അവനെ മാത്രം കുറ്റം പറയത്തില്ല, എനിക്കും അങ്ങനെ തന്നെയാണ്. മനസ്സിലായോ? എനിക്കും നാളെ ലൈവ് വരുമ്പോൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ, ഇത്രയും നാൾ ഞങ്ങൾ കാണിച്ചത് ഫേക്ക് അല്ലായിരുന്നു, അതായത് എല്ലാവരുടെ ഫ്രണ്ട്ഷിപ്പും ബോണ്ടൊന്നും ഫേക്ക് അല്ലായിരുന്നു. നാളെ ലൈവ് വരുമ്പോൾ മാത്രം അവൻ പറഞ്ഞ സെയിം കാരണം എനിക്കും ഉണ്ട്. നാളെ ലൈവ് വരുമ്പോൾ എനിക്കും അവനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഞങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലംസ് റിബൽ ലൈവിൽ പറയാത്തടത്തോളം കാലം ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം ഞാനത് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. അതായത് എൻ്റെ പേഴ്സണൽ പ്രോബ്ലം, റിബലിൻ്റെ ആയിട്ടുള്ള പ്രോബ്ലം എനിക്ക് ലൈവിൽ പറഞ്ഞ് മറ്റേ കുടുംബ വഴക്ക് ആൾക്കാർ എൻജോയ് ചെയ്യുന്നത് പോലെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യവും ഇല്ലാത്ത ആളാണ്.
അവൻ പറയാത്തിടത്തോളം കാലം ഞാനത് പറയത്തില്ല. മനസ്സിലായി? ഞാനത് പറയത്തുമില്ല, ഞാനത് സംസാരിക്കത്തുമില്ല. അതാണ് എൻ്റെ നിലപാട്. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, റിബൽ അങ്ങനെ പറഞ്ഞിടത്തോളം കാലം എൻ്റെ ഉള്ള ഒരു ഏക ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റിബൽ എന്തായാലും വരൂല. സോ ടി വിയെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം ഞാൻ എൻ്റെ നിലപാട് അല്ലെങ്കിൽ എൻ്റെ ഇതാണ് തീരുമാനം എന്ന് നേരെ പോയി എൻ്റെ ഗ്രൂപ്പിൽ, ടി വിയുടെ ഗ്രൂപ്പിൽ പറഞ്ഞു. എന്താ, റിബൽ ഇനി എന്തായാലും ടി വിയിൽ ഉണ്ടാവില്ല. ബാക്കി നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ പറയാമെങ്കിൽ പറഞ്ഞു. എല്ലാവർക്കും എന്നെ DM ചെയ്യാം. ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പറയണമെന്നില്ല, എനിക്ക് DM ചെയ്തോ എന്ന് പറഞ്ഞ് ഞാൻ DM ചെയ്ത് വാങ്ങിച്ചു. മനസ്സിലായോ? അത് റിബൽ പറഞ്ഞല്ലോ എന്നോ? എന്ത് റിബൽ പറഞ്ഞു? റിബൽ ഞാനുമായിട്ടുള്ള എന്താണ് പേഴ്സണൽ ഇഷ്യൂവിന്റെ ഒരു റീസണും റിബൽ പറഞ്ഞില്ല. നീയൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി എൻ്റെ വായിക്കകത്തൊന്ന് ഛർദ്ദിക്കാൻ കേൾക്കണതാണെങ്കിൽ അങ്ങനെ കേൾക്കത്തില്ല നീയൊക്കെ. മനസ്സിലായോ? റിബൽ ഇത് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. നീയൊക്കെ ഒരുപാട് കിളത്തി തരണ്ട എനിക്ക്. റിബൽ പറഞ്ഞു ഞാനും അവനുമായിട്ടുള്ള പേഴ്സണൽ ഇഷ്യൂ എന്താണെന്ന്. അവനിനി പറഞ്ഞാലും തിരിച്ച് അവൻ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാ. അവൻ പറഞ്ഞാലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ലാസ്റ്റ് ഇഷ്യൂ അല്ലേ? ഇതല്ല ഗൈസ്. ഈ ലാസ്റ്റ് ഇഷ്യൂ ഉള്ളത് നിങ്ങൾ ഈ AJRന്റെ ഇഷ്യൂ വിട്. അയ്യോ, ആ AJRന്റെ ഇഷ്യൂ ഒന്നും അല്ല ഗൈസ്. AJRന്റെ ഇഷ്യൂ ഒന്നും അല്ല. ഞാനും ഇവനും തമ്മിലുള്ള ഇഷ്യൂസ് തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷമായി. അപ്പം വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കിളത്തി ചോദിക്കാതെ AJRന്റെ ഇഷ്യൂ ഒക്കെ വിട്. AJRന്റെ ഇഷ്യൂ അവസാനത്തെ ഒരു ഇഷ്യൂ ആണ്. റിബൽ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അത് അവൻ ഇത് ലൈവിലിട്ട് ഡിസ്കസ് ചെയ്യാനും താല്പര്യമില്ല, എനിക്കും താല്പര്യമില്ലാത്തതിന്റെ പുറത്ത് ഞാൻ നിർത്തിയ ഒരു കാര്യമാണ്. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. സോ അതാണ് ഡിസിഷൻ അവരുടെ. അപ്പൊ റിബലും പറഞ്ഞു അവന്റെ എന്താ ഇത് സെൽഫ് റെസ്പെക്റ്റും ഇതും മറന്ന് നാളെ ലൈവിൽ വന്ന് ചിരിച്ച് കളിച്ച് ഈഗിളിൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റത്തില്ലെന്ന്. ഇതേ സാധനം എനിക്കും തിരിച്ച് അങ്ങോട്ടും ഉണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഫേക്കായിട്ട് വന്ന് ചിരിച്ചിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ അവൻ്റേതായിട്ടുള്ള റീസൺ, എനിക്ക് എൻ്റേതായിട്ടുള്ള റീസൺ. ബാക്കിയുള്ളവർ ചെയ്യുന്നത് പോലെ ലൈവിലിട്ട് ഈ ഉമ്പിത്തരം പറയാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അത് അവൻ്റെ സൈഡാണല്ലോ എൻ്റെ സൈഡാണേലും. 1 വർഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ 1 വർഷം കണ്ടിന്യൂസ് ഇതെന്നല്ല ഗൈസ്. 1 വർഷം മുമ്പ് ഞങ്ങൾ ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് സോർട്ട് ചെയ്ത് പയ്യെ ഓരോരോ ഇഷ്യൂസ് അതിങ്ങനെ എന്തെങ്കിലുമൊക്കെ മൊമെന്റ് വരുമ്പോൾ ഇങ്ങനെ ഇതാക്കി വരുവാണ്. അല്ലാതെ വേറൊരു പ്രത്യേക കാര്യം പറയണമല്ലോ ഗൈസ്. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാനങ്ങ് പറഞ്ഞിട്ട് തുടങ്ങാവേ. ഈ TV ഇഷ്യൂ നടന്നപ്പോൾ ഉണ്ടല്ലോ, മറ്റേ അച്ഛൻ്റെ ഒരു ഗ്യാങ്ങിലുള്ള മൊത്തം അവന്മാരുടെയും തന്തേമാരിങ്ങനെ നിർത്തിയിട്ട് അവരുടെ അച്ഛൻ്റെ കൊട്ടയാട്ടം ഇങ്ങനെ ഫേസ് ക്യാം ഇട്ട് കാണിച്ചാൽ പോലും 100 പേരെ ലൈവിൽ കൊണ്ടുവരാൻ പറ്റാത്തൊരു ഗ്യാങ് ഉണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. അവന്മാർ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി VCയിൽ ഇരുന്ന് കണ്ടുകൊണ്ട് ഇവിടുത്തെയും അവിടുത്തെയും VCയിൽ ഈ ലൈവ് ചാറ്റിൽ വന്ന് കമന്റ് ഇടും. അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് തന്തയില്ലാത്ത കുണ്ണുകളുണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇവൻ്റെയൊക്കെ അച്ഛന്മാരെ വലിച്ചു നിർത്തി തുണി ഇടാതെ നിന്ന് കൊട്ടയാട്ടം അടിച്ചാൽ പോലും 100 പേര് കാണാൻ വരില്ല. മനസ്സിലായോ? 100 കൊട്ട ഒരു ഫ്രെയിമിൽ കാണേണ്ട വന്നാൽ പോലും ആൾ വരില്ല. അതുപോലത്തെ കുറച്ച് ആൾക്കാർ ചാറ്റിലുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ നിങ്ങൾ ഇഗ്നോർ ചെയ്യണേ. ഞാൻ അവർ പറയണത് കൺസിഡർ പോലും ചെയ്യണില്ലേ. സത്യമായിട്ട് ഞാനൊരു കൺസിഡർ പോലും ചെയ്യാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതിൽ ട്രിഗർ ആവത്തില്ല. ലൈക്ക് കുറച്ച് ആൾക്കാർ ചാറ്റിൽ എന്നെ ഭയങ്കരമായിട്ട് ട്രിഗർ ആക്കാൻ നോക്കുന്നുണ്ട്. അക്കീര സ്ട്രീമർ ബ്രോ, പ്ലീസ് ഡോണ്ട് ഡു സൂപ്പർ ചാറ്റ്സ്. എനിക്ക് ഇതിന് ലൈവിൽ സൂപ്പർ ചാറ്റ് വേണ്ട ബ്രോ, എനിക്ക് വേണ്ട. സീരിയസ് ആയിട്ട് ഞാൻ പറയാണ്. ഇത് മോണിറ്റൈസ് ഇത് എങ്ങനെയാണ് സൂപ്പർ ചാറ്റ് ഓഫ് ചെയ്യണേ? സെറ്റിംഗ്സിൽ എങ്ങനെ? അക്കീര സ്ട്രീമർ ബ്രോ, എനിക്ക് സൂപ്പർ ചാറ്റ്സ് വേണ്ട പ്ലീസ് ഗൈസ്. ആരും സൂപ്പർ ചാറ്റ് ചെയ്യല്ലേ ദയവ് ചെയ്ത്. സൂപ്പർ ചാറ്റ് ചെയ്യില്ല ഇത് ഈ ലൈവിൽ. എനിക്ക് സൂപ്പർ ചാറ്റ് വേണ്ട. അപ്പം അത് വിട് നിങ്ങൾ. അവരെന്നെ കുറെ നേരം കൊണ്ടിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ഈ പറയണത് പോലെ ട്രിഗർ ആക്കാൻ. ഞാൻ ആരുടെ പേര് പറഞ്ഞിട്ടില്ല, വെറുതെ ആവശ്യമില്ലാത്ത പേര് പറഞ്ഞു ഗൈസ്. നിങ്ങൾ ഹേറ്റ് ഉണ്ടാക്കല്ലേ ദയവ്. അപ്പം റിബൽ അങ്ങനെ പറഞ്ഞിടത്തോളം കാലം റിബലിന് എന്തായാലും വരത്തില്ല. പിന്നെ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഞാൻ പറയുകയാണ്, എനിക്കും ഇങ്ങനെ ഫേക്കായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയണത് TVയെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ എനിക്കുള്ളൂ. അപ്പം ഞാൻ ഇതുപോലെ പറഞ്ഞു, നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടങ്ങൾ താല്പര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒപ്പീനിയൻ വന്ന് DMൽ പറയാം എന്ന് പറഞ്ഞു. DMൽ ഓരോരുത്തർ വന്ന് പറഞ്ഞു, ഓരോരുത്തർ വന്ന് സംസാരിച്ചാൽ എനിക്ക് തോന്നുന്നു ഞാൻ ട്രിഗർ ആയത് സുനിമോനോട് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. സുനിമോനോടാണെന്ന് തോന്നുന്നു ഞാൻ ട്രിഗർ ആയിട്ടുള്ളത്. അത് ഞങ്ങൾ അങ്ങോട്ടോടെ ഒരു കാര്യം പറഞ്ഞു ഇതായതാണ്. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പം റിബൽ കളിക്കുന്നില്ലെങ്കിൽ അവർ കളിക്കുന്നില്ല എന്നാണ് അവരുടെ തീരുമാനം. അല്ലെങ്കിൽ അവർ ഗ്യാപ്പ് എടുക്കുക എന്നുള്ളതാണ് തീരുമാനം. സോ ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇതിൽ ഞാൻ പറയാണ്, TVന്ന് ഇപ്പം ഗ്യാപ്പ് എടുത്ത് നിൽക്കുന്ന ആര് പോയിട്ട് തിരിച്ചു വന്നാലും ഞാൻ TVയിൽ എടുക്കാൻ റെഡിയാണ്. പക്ഷേ റിബൽ തിരിച്ചു വരത്തില്ല എന്ന് അവൻ ലാസ്റ്റ് ഇപ്പം ഇട്ട എക്സ്പ്ലനേഷൻ ലൈവിൽ പോലും അവൻ പറഞ്ഞ കാര്യം ഇതാണ്. ആ സെൽഫ് റെസ്പെക്റ്റ് മറന്ന് കളിക്കാൻ പറ്റത്തില്ല. ആ സെയിം സാധനം എനിക്കുണ്ട്. സോ ഞാൻ TVയിൽ നിന്ന് ഇറങ്ങിപ്പോയ ഏത് പ്ലേയേഴ്സ് വേണേലും എപ്പോൾ വേണേലും തിരിച്ച് TVയിൽ വന്നു. എപ്പോൾ വേണേലും എന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്യാങ്ങിൻ്റെ മുമ്പോട്ട് കൊണ്ടുപോകണം എനിക്ക്.
ഈ ടി വി എന്ന് പറയുന്ന ഗ്യാങ് എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം. അതിന് ഒരു പെർട്ടിക്കുലർ ടൈം എനിക്കുണ്ട്. എനിക്ക് ടൈം വേണം. ആ പർട്ടിക്കുലർ ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, ഈ ഒരു മാസം അവസാനം വരെ, അതായത് ഈ വരുന്ന ഈ മെയ് ജൂൺ അവസാനം വരെ ടി വിയെ ഒരു PVP സിറ്റുവേഷൻ പോലും എടുക്കാതെ RP മാത്രം ചെയ്യാം. ടി വിയെ ഒരു സിറ്റുവേഷൻ പോലും എടുക്കാതെ RP മാത്രം ചെയ്യുന്ന ഒരു ടി വിയെ ഈ വരുന്ന അടുത്ത മാസം വരെ കാണും. റിബലിന്റെ ഡിസിഷൻ ഓൾറെഡി പറഞ്ഞു. ബാക്കി ഇറങ്ങിപ്പോയ ആരാണേലും, ഞാൻ 4 പേരെ എടുക്കത്തില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അത് ഞാൻ തിരിച്ചെടുക്കുവാണ്. എനിക്ക് കുഴപ്പമില്ല. ആര് വന്നാലും ടി വിയെ കയറാം, കളിക്കാം, മുമ്പോട്ട് പോകാം. എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ അത് പറയാൻ വേണ്ടി മാത്രമാണ്. വേറെ അതിൻ്റെ അപ്പുറത്തോട്ട് ഒരാളുടെയും പേഴ്സണൽ ചാറ്റും എന്നോട് പറഞ്ഞതും എനിക്ക് ഫേസ് ചെയ്യേണ്ട വന്ന സിറ്റുവേഷൻസും പറയാൻ എനിക്ക് താല്പര്യമില്ല. ഞാനത് അങ്ങനെ ചെയ്യുന്ന ഒരുത്തനല്ല. എനിക്കത് ചെയ്യണ്ട. ഞാൻ ഇത്രയും നാൾ പബ്ലിക്കായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഒറ്റ കാര്യമുണ്ട്. എനിക്ക് ഞാൻ എന്തെങ്കിലും ദ്രോഹമോ ഉപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ റിവീൽ ചെയ്തോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് തുറന്നു പറഞ്ഞു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഗൈസ്, ബുള്ളറ്റിൻ്റെ കാര്യം നിങ്ങൾ എടുത്ത് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ, ബുള്ളറ്റ് കഴിഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടായപ്പം ഈ പറയണത് പോലെ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് ട്രിഗറായി. ഞാൻ അന്നേ അവനൊരു വാണിംഗ് കൊടുത്ത. അതിന് മുമ്പും ഒരു ദിവസം, അതായത് ഞാൻ എക്സാക്ട് ഡേറ്റ് പറയാനാണെങ്കിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലും ഇതുപോലൊരു വാണിംഗ് കൊടുത്തതാണ്. അതിൻ്റെ പേരിൽ ഞാൻ ഇതാക്കിയതാണ്, മനസ്സിലായോ? അല്ലാതെ അതിൽ കൂടുതൽ വേറെ ഒന്നുമല്ല. എനിക്കത് ആ സിറ്റുവേഷനിൽ അവൻ സംസാരിച്ചത് ഞാൻ ഭയങ്കര ട്രിഗറായി. സോ എല്ലാവരെയും ആർക്ക് വേണമെങ്കിലും തിരിച്ചു വരാം ടി വിയിൽ. ഞാനൊന്നും മൈൻഡിൽ വെച്ച് ബിഹേവ് ചെയ്തിട്ടില്ല. മൈൻഡിൽ വെച്ച് ബിഹേവ് ചെയ്യത്തില്ല. ലൈക്ക് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. ആൻഡ് ഈ ഒരു ഗ്യാങ്ങിനെ എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോയാൽ മതി. അല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് വേറെ ഒന്നുമില്ല. പക്ഷേ അടുത്ത മാസം അവസാനം വരെയും ആരും വന്നില്ല. ടി വിയുടെ ശോകം അതുപോലെ, അല്ലെങ്കിൽ PVP വൈസ് കണ്ടവന്മാരൊക്കെ കക്കൂസും കഴുകി ഇത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. സോ അതിനുശേഷമേ എന്തായാലും റീപ്ലേസ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ ഒരു റീപ്ലേസ്മെന്റ് ടി വിയിൽ ഉണ്ടാവത്തില്ല. അല്ലാതെ ഒരു റിക്രൂട്ട്മെന്റും ഇതും ഉണ്ടാവത്തില്ല. ഇതും ടി വിക്കകത്ത് ഉണ്ടാവത്തില്ല. മനസ്സിലായോ? അതാണ് എൻ്റെ ഡിസിഷൻ. ഇതിൻ്റെ അപ്പുറത്ത് എനിക്കൊന്നും പറയാനില്ല. ബുള്ളറ്റ് ഇനിയിപ്പോൾ ഞാൻ പറയാണ്, ഇനിയിപ്പോൾ ബുള്ളറ്റ് ആയിക്കോട്ടെ ആരാണാലും തിരിച്ചു വരുന്നു ഇത് കളിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുവാണെങ്കിൽ, ലെറ്റ്സ് മൂവ് ആസ് എ TVA ഫാമിലി എന്ന് പറയുവാണെങ്കിൽ ഐ വിൽ ബി ഹിയർ. ഞാനിത് പഴയതിലും ആക്റ്റീവായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഉറപ്പായിട്ട് ഞാൻ ഉണ്ടാവും. ആര് വന്നാലും കളിക്കാം. അതിന് ഒരു ഇത് എന്ന് പറയണത്. ആൻഡ് സരക്കിൻ്റെ കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അവരുടെ ഡിസിഷൻ ഇതാണ്. സരക്കിൻ്റെ കാര്യം സരക്കും പറഞ്ഞു അവന് കളിക്കാൻ പറ്റില്ല. അതുപോലെ എനിക്കും അവനെ ലൈവിൽ മാത്രം ചിരിച്ച് കണ്ടുകൊണ്ടിരിക്കും. കാരണം അത് RP റിലേറ്റഡ് ഇഷ്യൂ അല്ല. ബാക്കി ഇത്രയും പിള്ളേരുടെ എൻ്റെ ഇഷ്യൂ RP റിലേറ്റഡ് ആണ്. അത് പേഴ്സണലായിട്ട് ബന്ധമില്ല. മനസ്സിലായോ? അത് പേഴ്സണലായിട്ട് ബന്ധമില്ല. അവർ പറഞ്ഞേക്കുന്നത് ഇതാണ്. സോ റിബൽ വരത്തില്ലെങ്കിൽ അവർ വരത്തില്ലെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് വലിയ ഇതില്ല. അത് എങ്ങനെ അതിനൊരു സൊല്യൂഷൻ എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞാൽ, ആസ് എ ഗ്യാങ് ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് നിങ്ങൾ പറഞ്ഞാൽ. ഇതാണ് എൻ്റെ ഡിസിഷൻ. ഓൾവേസ് വെൽക്കം ഗൈസ്. എനിക്ക് വേറെ ആരെ പറ്റി ഒന്നും പറയാനില്ല, വേറെ ഒന്നും ഇത് പറയാനില്ല. ആൻഡ് ഈ ലൈവ് ഇവിടെ തന്നെ ഉണ്ടാവും. ഇത് എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. അയ്യേ തൊലിപ്പൻ VC-യിലിരിക്കുകയല്ലേ TS തന്നെ. ഞാൻ നിന്നെ കണ്ടായിരുന്നല്ലോ അപ്പുറത്തെ ചാറ്റിൽ. ഞങ്ങൾ VC-യിലിരുന്ന് എല്ലാവരും കൂടെ കണ്ടത്. ട്രിഗറാക്കണ അന്നെ കഴിവറ മോനെ. അപ്പം ബാക്കിയൊക്കെ അവർ തീരുമാനിക്കട്ടെ. സോ അത്രേ ഉള്ളൂ ഗൈസ് എനിക്ക് പറയാൻ. അല്ലാതെ എനിക്ക് കോൺട്രവേഴ്സ്യൽ ആയിട്ടൊന്നും സംസാരിക്കാനില്ല. താങ്ക് യു സോ മച്ച് എൻ്റെ സൈഡും കേൾക്കാൻ, നിങ്ങളിവിടെ വന്നതിനും ഇതാക്കാനും. എടാ ലൈവ് കഴിഞ്ഞ് എന്നെ ഒന്ന് വിളിക്കണേ. നാളെ എപ്പോഴും മതി. കണ്ണൻ ചേട്ടാ ഇത്രയും ദിവസമായില്ലേ? ഇത്രയും ദിവസമായില്ലേ? ഇത് ഇനി കണ്ണൻ ചേട്ടന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഇനി എന്ത് സംസാരിക്കാനൊക്കെ ഞാൻ റെഡിയാണ്. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് ഒരാളുടെയും പേര് പറഞ്ഞിട്ടും ഈ പറയണത് പോലെ സ്ക്രീൻഷോട്ടും അതും ഞാൻ ഗ്രൂപ്പിൽ എന്താ ഇട്ടത്, ഞാൻ പേഴ്സണലി എന്താ അയച്ചത് എന്ന് എനിക്ക് ഒരു പിള്ളേരെയും പറ്റി പറയാൻ ഒരു താല്പര്യമില്ല. പക്ഷേ ഇവിടെ മുടിഞ്ഞ മഴയായിരുന്നു. ജസ്റ്റ് കുറച്ച് മുമ്പാണ് എൻ്റെ ഇത് നെറ്റ് വന്നതും എൻ്റെ ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇൻവേർട്ടറിൽ ഒട്ടും ചാർജ് ഇല്ല. അല്ലെങ്കിൽ ഞാൻ വേല കളിച്ചേനെ. ഇൻവേർട്ടറിൽ ഒട്ടും ചാർജ് ഇല്ല. ആകെ 15% ചാർജ് എന്തോ ഉള്ളൂ. അതുകൊണ്ടാണ്. അപ്പം പിന്നെ ഒരു കാര്യം, ലോകത്തിനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പേഴ്സണൽ ഫേവറേറ്റ്സ് ഉണ്ട്. ഇപ്പം എതിരെ നിൽക്കുന്ന ആൾക്കാരുടെ സർക്കിളിൽ ഡെയിലി കാണുന്നവരും പുറത്തു പോകുന്നവരും ഫുഡ് കഴിക്കുന്നതും അവരുടെയൊക്കെ ബോണ്ട് കൂട്ടാൻ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്.
അതുപോലെ തന്നെയാണ് രഘുൽ എനിക്ക്. രഘുല് ഈ പറയണ ടി വിയിലെ പിള്ളേരുണ്ടായിരുന്നില്ലെന്നല്ല, ടി വിയിലെ പിള്ളേരുണ്ടായിരുന്നെന്നല്ല, അവർക്ക് അതിൻ്റെ മേ ബി ചിലപ്പം അതിൻ്റെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ രഘുൽ എന്ന് പറയണ ക്യാരക്ടർ, അവൻ എനിക്ക് വേണ്ടി ഞാൻ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നാൽ പോലും ഓടി വരുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അതാണ്, മനസ്സിലായോ? അവന് ഇനി ലോകത്താരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞാലും അവനെ തെള്ളി പറയത്തില്ല ഗൈസ്. കാരണം നിങ്ങളോട് ഇവിടെ ലൈവിൽ വന്ന് പറയാൻ അത്രയും കാര്യങ്ങൾ പേഴ്സണൽ ലൈഫിൽ എനിക്ക് അവൻ ചെയ്തു തന്നിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യ എനിക്ക്. അത് രഘുലിനോട് സ്നേഹം ഉണ്ടെന്ന് കരുതി ടി വിയിലുള്ള ബാക്കിയുള്ള എല്ലാവരോടും സ്നേഹമില്ലെന്നല്ല അർത്ഥം. ഞാൻ ആ ഇഷ്യൂ ഉണ്ടായ ലൈവിൽ രഘുലിനെ ഫേവർ ചെയ്ത് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, AGRന്റെ ഒരു ഇഷ്യൂ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആഷിൻ ചേട്ടൻ്റെ വായിൽ നിന്ന് രഘുലിനെ പറ്റി ഒരു ഇത് പറഞ്ഞായിരുന്നു, ഇവനെ ഞാൻ പണ്ടേ വിട്ട കേസാ എന്ന് പറഞ്ഞപ്പോൾ അത്രയും പേരുടെ മുമ്പിൽ വെച്ച് രഘുലിനെ ഒഫൻഡഡ് ആയിട്ട് സംസാരിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്ത് അതിൻ്റെ പുറത്ത് രഘുലിനെ ഇതാക്കാൻ, അത് റിബലും രഘുലുള്ള കമ്പാരിസൺ അല്ല, പുള്ളി രഘുലിനെ പറ്റി പറഞ്ഞപ്പം എനിക്ക് രഘുലിനോടുള്ള കമ്മിറ്റ്മെന്റിന്റെ പുറത്ത് പറഞ്ഞതാണ്. ഇനി ആരൊക്കെ ലോകത്ത് എന്തൊക്കെ അവനെ പറ്റി പറഞ്ഞാലും ഞാനൊരു കാര്യം പറയാം ഗൈസ്, അവൻ ഇപ്പോഴും അവൻ ലൈവ് ഇടത്തില്ല, മോസ്റ്റ് ഓഫ് ദ ദിവസം ലൈവ് ഇടില്ല. അവന് $100 ഒരു മാസം കിട്ടാറില്ല യൂട്യൂബിൽ നിന്ന്. സീരിയസ് ആയിട്ട് ഞാൻ പറയാണ്, $100 അവൻ ഒരു മാസം യൂട്യൂബിൽ നിന്ന് കിട്ടാറില്ല. പക്ഷെ ഇപ്പോഴും ജോലി കഴിഞ്ഞിട്ട് രാത്രി ഇന്ത്യൻ ടൈം 3 മണി വരെ അവൻ എൻ്റെ കൂടെ ഗെയിമിലിരുന്ന് കളിക്കുന്ന ഒരുത്തനാണ്. 3 മണി വരെ എൻ്റെ കൂടെ വന്നിരുന്ന് കളിക്കുന്ന ഒരുത്തനാണ്. അവനെ എനിക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല ഗൈസ്. എന്നിട്ട് രാവിലെ അവൻ എണ്ണീറ്റ് അവൻ്റെ വീട്ടിൽ നിന്ന് 50 കിലോമീറ്റർ അപ്പുറത്തുള്ള ഓഫീസിൽ പോയി ജോലി ചെയ്തിട്ട് തിരിച്ചു വരുന്നവനാണ്. അവനെ ഇനി ലോകത്താരെന്ത് പറഞ്ഞാലും അവനെ ഞാൻ കുറ്റം പറയത്തില്ല. ഓൾവേസ് ടി വിയെ മുന്നോട്ട് പോയാലും എങ്ങനെ പോയാലും എന്ത് പോയാലും ഇനി ഇതിൽ നിന്നും എന്ത് പറഞ്ഞാലും, നിന്റെ തന്ത പറഞ്ഞാലും പറയുമോ സേക്കൻ ബ്രോ, ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ അച്ഛനൊരു ഐഡന്റിറ്റി ഉണ്ട്, ദിനേശൻ എന്നാണ്. ഞാനിപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ എൻ്റെ ഫോട്ടോ ഒക്കെ ഇടണം. നിന്റെ കൂടി കൊരങ്ങൻ തന്തയല്ല എനിക്ക്. കൊരങ്ങൻ തന്ത പറഞ്ഞാൽ ചിലപ്പം ഞാൻ മിണ്ടാതിരിക്കുമായിരിക്കും. പക്ഷെ എൻ്റെ അച്ഛന് പേരുണ്ടായി പോയില്ലടാ, ദിനേശൻ എന്നാണ് പുള്ളിയുടെ പേര്. നല്ല അന്തസ്സുള്ള ആൺകുട്ടിയാണ്. ഇത് താഴെ ഇരിപ്പുണ്ട്, പുള്ളി ലൈവ് കാണുന്നുണ്ടായിരിക്കും. പുള്ളി താഴെ ഇരുന്ന് ലൈവ് കാണുമായിരിക്കും ഉറപ്പം. പുള്ളി എൻ്റെ ലൈവ് എല്ലാം കാണുന്നതായിരിക്കും. അങ്ങനെ കമൻറ്റ് ചാറ്റ് എടുത്തൊന്നുമില്ല. എൻ്റെ അമ്മയും അച്ഛനും ഒരുമിച്ചിരുന്നായിരിക്കും ലൈവ് കാണുന്നത്. താഴെ ഇരിപ്പുണ്ട്. നിനക്ക് അങ്ങനെ വല്ല ഇതുവെല്ലാം ഉണ്ടെങ്കിൽ നീ വന്നാൽ മതി കേട്ടാ. ഞാൻ എൻ്റെ അച്ഛൻ്റെ ആണത്ത് എന്താണെന്ന് നിനക്ക് കാണിച്ചു തരാം. കേട്ടാ, അതിൻ്റെ അപ്പുറത്ത് നിന്നെ ഒന്നും ബോധിപ്പിക്കണ്ട. എൻ്റെ തന്ത ആരാണ്, എൻ്റെ തന്തയുടെ ഇതെന്താണെന്ന് നിന്നെ ഒന്നും ബോധിപ്പിക്കണ്ട. മനസ്സിലായടാ? അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തോട്ട് നിന്നെ ഒന്നും എനിക്ക് പറയേണ്ട ഇതൊന്നുമില്ല. പിന്നെ രഘുലിനെ അങ്ങനെ ഇതാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ഗൈസ്. ആൻഡ് ഹീ വിൽ ബി ഓൾവേസ് വിത്ത് മീ ഇൻ മൈ ഡൗണിലായാലും അപ്പിലായാലും എല്ലാം എൻ്റെ കൂടെ ഉണ്ടാവും. ആൻഡ് ബാക്കി അവരുടെ ഡെസിഷനാണ്. ഞാൻ ഈ മാസം അവസാനം വരെ ഞാനിത് നോക്കും. ഒരു പഴയ ടി വി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് എനിക്ക് താല്പര്യം. ആൻഡ് റിബലിൻ്റെ ഡിസിഷൻ അവൻ പറഞ്ഞു, എൻ്റെ ഡിസിഷൻ ഞാനും പറഞ്ഞു. സോ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും റെസ്പെക്ട് ചെയ്യാം. അവനെ റെസ്പെക്ട് ചെയ്യുന്ന അവനെ റെസ്പെക്ട് ചെയ്യാം. അവൻ്റെ ഡിസിഷൻ അവനെ റെസ്പെക്ട് ചെയ്യുക. എന്നെ റെസ്പെക്ട് ചെയ്യണമെങ്കിൽ എൻ്റെ ഡിസിഷൻ എൻ്റെ ഡിസിഷനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ആരെയും കൺവിൻസ് ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയണത്. എന്നാൽ ടേക്ക് എ ബ്രേക്ക് എടുക്കാൻ താല്പര്യമില്ല ബ്രോ, ബ്രേക്ക് എടുക്കാൻ താല്പര്യമില്ല. ഈ സമയത്ത് ബ്രേക്ക് എടുത്താൽ TV എന്ന് പറഞ്ഞ് നടക്കണ കുറച്ച് ആൾക്കാരുണ്ട്. അതായത് TV എന്ന് പറയുന്ന കുറച്ച് ഓഡിയൻസ് ഉണ്ട്. അവരുടെ മുമ്പിൽ ഞാനൊരു തോറ്റ ആളെന്നുള്ളതായി പോലെ ആയിപ്പോവും. ഞാൻ ടൈം കൊടുക്കുക റെഡിയാണ്. ഞാൻ ഒരു മാസം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഗ്യാങ്ങിന് ഒരു PVP സിറ്റുവേഷൻസ് പോലും എടുപ്പിക്കാതെ കമ്മ്യൂണിക്കേഷൻ RP മാത്രമായിട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. പക്ഷേ ജീവിതകാലം മൊത്തം അങ്ങനെ ഒരു ഗ്യാങ്ങായിട്ട് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ആൻഡ് ഈ മാസം വരുന്ന ജൂൺ അവസാനം വരെ ഉണ്ടോ അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. വരുന്നവർക്കൊക്കെ വരാം. അതിനുശേഷമേ TVക്കകത്തൊരു റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാവുള്ളൂ. സോ താങ്ക് യു സോ മച്ച്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ ഗൈസ്. ബാക്കി നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. താങ്ക് യു ഗൈസ്.